Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ എവരിവൺ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായിട്ട് CUET PG 2023-ൽ പാർട്ട് എ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ജനറൽ അവയർനെസ്സിലെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഈ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എങ്ങനെയൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, എത്ര ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എത്ര ഈസി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഒരു നിലയിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്താലായിരിക്കും ബാക്കി ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ്. സോ ഈ സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ഫ്രം സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട്? അപ്പോൾ നമുക്ക് ഇലക്ഷനിലൂടെ മാത്രമല്ല, നോമിനേഷൻ എന്ന് പറയുമ്പോഴേക്കും പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഇന്ന ആൾക്കാരെ. യൂഷ്വലി ആ ഒരു പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ്, ആ ഒരു പാർട്ടിയുടെ അനുഭാവി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ കാലങ്ങളായിട്ട് നമ്മൾ ഒരു പ്രസിഡന്റിനെ പോസ്റ്റ് ചെയ്യുന്നത്. സോ അതിനുശേഷം ഈ പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടു എന്നുള്ള പേരിലും ആ സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയുമായിട്ടൊക്കെ തന്നെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പൊ ഇവിടെ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്ര ആൾക്കാരെ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടും ആർട്ടും അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. 20 ആണോ, 8 ആണോ, 12 ആണോ, 15 ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്നുള്ളത് 12 പേരെ വരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. 12 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിറൈവ്സ് ഇറ്റ്സ് അൾട്ടിമേറ്റ് അതോറിറ്റി ഫ്രം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. സോ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ, പീപ്പിൾ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. ഇതിൽ ഏതിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും പരമോന്നതമായിട്ടുള്ള വലുതൊന്നും ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു പവർ എവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടെത്തുന്നതിനായിട്ട് ആ പ്രിയാമ്പിൾ നോക്കിയാൽ മതി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് അവർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ തന്നെ ഉത്തരമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിറൈവ്സ് ഇറ്റ്സ് അൾട്ടിമേറ്റ് അതോറിറ്റി ഫ്രം പീപ്പിൾ ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് അല്ല, പാർലമെന്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി അല്ല, പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അവരുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO is planning to launch which mission in collaboration with French space agency NES by the year 2025? 2025 ആകുമ്പോഴേക്കും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയുമായി ചേർന്ന് ISRO ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിഷൻ ഏതാണ്? മാസ് മിഷൻ ആണോ, ജൂപ്പിറ്റർ മിഷൻ ആണോ, സാറ്റേൺ മിഷൻ ആണോ, വീനസ് മിഷൻ ആണോ? ISRO ഇത്രയും കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും അടുത്ത വർഷവും 2024 CUET PGയിലും ISROയെ പറ്റി അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം, വായിച്ചു പോവുകയും വേണം. ചന്ദ്രയാനെ പറ്റി അറിയണം, ഗഗൻയാനെ പറ്റി അറിയണം, അതുപോലെ ഇങ്ങനെ അപ്കമിങ് മിഷൻസ് ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം വൺ ഓഫ് എ കൈൻഡ് മിഷൻ ആണിത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വീനസ് മിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വാർട്ടർ ക്രിസ്റ്റൽസ് യൂസ്ഡ് ഇൻ ക്വാർട്ടേഴ്സ് ക്ലോക്ക് ആർ കെമിക്കലി. അപ്പം ക്വാർട്ടർ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ക്വാർട്ടർ ക്രിസ്റ്റൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്നുള്ളതാണ് ബേസിക്കലി ചോദ്യം. ജെർമേനിയം ഓക്സൈഡ് ആണോ, സിലിക്കൺ ഡയോക്സൈഡ് ആണോ, സോഡിയം സിലിക്കേറ്റ് ആണോ, മിക്സ്ചർ ഓഫ് ജെർമേനിയം ഓക്സൈഡ് ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് ബേസിക് സയൻസ് ആയിട്ട് നമുക്ക് പറയാം, പക്ഷെ അത്ര ബേസിക് അല്ല എന്ന് വേണേൽ കൂട്ടാം അല്ലെ. എനിക്ക് തോന്നുന്നില്ല ബേസിക് സയൻസിൽ ഞാനിത് പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ബട്ട് മേ ബി നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടാവാം. ആൻഡ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. And the right answer is option 2, silicon dioxide. Option B ആണ് correct answer. The patient to doctor teleconsultation system developed for Ministry of Health and Family Welfare has been named as. അപ്പം ഒരു ഓൺലൈൻ സംവിധാനം പേഷ്യന്റിന് ഡോക്ടറോട് തങ്ങളുടെ ആദികളൊക്കെ പറയാനും രോഗം പറയാനും അതിന് കൺസൾട്ടേഷൻ നേടാനുമുള്ള ഒരു സംവിധാനം ലോഞ്ച് ചെയ്യുകയുണ്ടായി ഗവൺമെന്റ്. അതിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഈ ചികിത്സ, ഈ സഞ്ജീവനി, ഈ സ്വാസ്ഥ്യ, ഈ നിർവ്വാണ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഗവൺമെന്റ് സ്കീംസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, അതും അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2
ഈ സഞ്ജീവനി എന്നുള്ളതാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിലേക്ക് ഈസിലി എത്തിച്ചേരാൻ സാധിക്കും. ഇവരുടെ സൈറ്റിൽ പോവുക, എന്നിട്ട് ക്വയറീസ് ഡോക്ടേഴ്സുമായിട്ട് പറയുകയും, എന്നിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്സ് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. മൺഡേ ടു സാറ്റർഡേ 9 to 5 ഇങ്ങനെല്ലാം ടൈം കൊടുത്ത ശേഷം ആ ഒരു സമയത്ത് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സോ അതാണ് ഈ സഞ്ജീവനി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. CUET PG എന്ന പരീക്ഷയെ സംബന്ധിച്ച് പാർട്ട് എ പലരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. പക്ഷെ 100 മാർക്കാണ് പാർട്ട് എ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. അത് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കും നിങ്ങളുടെ ടോട്ടൽ സ്കോറിൽ. സബ്ജക്റ്റിലെ 300-നേക്കാളിലും ഒരുപക്ഷെ ഇമ്പാക്ട് നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് കുറേശ്ശെ സമയമെങ്കിലും നിങ്ങൾ പാർട്ട് എയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. കാരണം സബ്ജക്ട് കുറെ അധികം ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാൻ പറഞ്ഞാലും അവർ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ പാർട്ട് എ എന്നുള്ളത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വരികയുള്ളൂ. ജനറൽ അവയർനെസ്സിലാണ് കുറച്ചെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം വരിക. ബിക്കോസ് ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ്സ് അനുസരിച്ച് അപ്ലൈ ചെയ്യാനേ ഉണ്ടാകുകയുള്ളൂ. കോംപ്രഹെൻഷനിലൊക്കെ നിങ്ങൾക്ക് ഈസിലി ഒരു 9 മാർക്കൊക്കെ നേടാൻ പറ്റും. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അനലിറ്റിക്കൽ സ്കിൽസ് അതിലും നിങ്ങൾക്ക് 5 10 ചോദ്യങ്ങൾ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. GK-ലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഈസിലി പറ്റും. ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ ഹാർഡ് ആയിരിക്കും. അത് പക്ഷേ മിസ് ചെയ്താലും കുഴപ്പമില്ല. ഒരു 80+ മാർക്ക് നിങ്ങൾക്ക് പാർട്ട് എയിൽ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട് ബി സ്കോറും കൂടെ ചേർന്ന് വരുമ്പം നിങ്ങൾക്ക് വളരെ നല്ലൊരു കോളേജ് കിട്ടാനുള്ള സാധ്യത അത്രയും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ പാർട്ട് എ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. ഇനി പാർട്ട് എ ആയിക്കോട്ടെ പാർട്ട് ബി ആയിക്കോട്ടെ 18ഓളം വരുന്ന സബ്ജക്ട്സിന് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് UG+ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഒന്നെങ്കിൽ UG+ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറി നോക്കുക. ഇനി അതുമല്ല സംസാരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക, സംസാരിക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.